വെൽക്കം ടു ടുഡേയ്സ് സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാർഡ്നെസ്സിനെ കുറിച്ചാണ്. ഹാർഡ്നെസ് എന്ന് പറയുമ്പം ഒരു മെറ്റൽ നമ്മൾ കൺസിഡർ ചെയ്യുക. ആ മെറ്റലിൻ്റെ ഹാർഡ്നെസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അതിനെ നമ്മൾ ടെക്നിക്കലി പറയുന്നത് ഹാർഡ്നെസ് ഈസ് ദ മെറ്റീരിയൽ റെസിസ്റ്റൻസ് ടു ലോക്കലൈസ്ഡ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള മെറ്റൽ പ്ലേറ്റ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ പുറത്തുകൂടെ ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനം വന്ന് വീഴുകയോ ഇൻസിഡൻറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ ഫ്ലാറ്റ് ആയിട്ടുള്ള മെറ്റൽ പീസിന് ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. ഒന്നുകിൽ ഒരു ചെറിയൊരു ചേഞ്ചസോ സ്ക്രാച്ചോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനോ ഒക്കെ ഉണ്ടാവും. ഡിപ്രഷൻ ഇൻ ദ സെൻസ് ലൈക്ക് ഒരു എന്താ പറയുന്നത്, ആ വീഴുന്ന ആ ഇൻസിഡൻറ്റിനെ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ അതുപോലെയുള്ളൊരു ഇമേജാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു മെറ്റലിൻ്റെ ഹാർഡ്നെസ് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ ഫിഗറിൽ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തുകൂടെ ഒരു ഇൻഡെൻറ്റർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു സാധനം വന്ന് വീഴുന്നുണ്ടെങ്കിൽ, വെയിറ്റ് ഉള്ളൊരു വസ്തു നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ, ഫ്ലാറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ പുറത്തുകൂടെ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വീഴുന്ന പോയിൻറ്റ്സ് തമ്മിൽ പല ഡിഫറൻസ് ഉണ്ട്. ഒന്നുകിൽ അത് സ്റ്റീൽ ബോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയമണ്ട് കോൺ ഷേപ്പ് ആയിട്ടുള്ള ബേസുള്ള വസ്തു ആയിരിക്കും. അത് വന്ന് വീഴുന്ന സാധനം എന്താണോ അതിൻ്റെ പേര് ഇൻഡെൻറ്റർ എന്നും, സർഫസിലാണ് വീഴുന്നത്, സർഫസിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ വയ്ക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആ വന്ന് വീഴുന്ന വസ്തുവിന് നമ്മൾ ഇൻഡെൻറ്റർ എന്നാണ് പറയുന്നത്. അതിൻ്റെ ബേസ് ഒന്നുകിൽ കോണോ അല്ലെങ്കിൽ സ്പെറിക്കലോ ആയിരിക്കാം. അപ്പോൾ അത് വന്ന് വീഴുമ്പം അതിൻ്റെ ഫോഴ്സ് കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഫ്ലാറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിന് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും, അതായത് ഡീഫോർമേഷൻ നടക്കും. അപ്പോൾ ഒന്നുകിൽ വന്ന് വീഴുന്നതിൻ്റെ ഫോഴ്സ് അനുസരിച്ചിട്ട് അതിലൊരു കുഴിയായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിപ്രഷനോ ഫോം ചെയ്യും. അപ്പം അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ അതിൻ്റെ ഹാർഡ്നെസ് തിരിച്ചറിയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർഡ്നെസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ടു ഡിഫോർമേഷൻ ഓർ ഇൻഡൻറ്റേഷൻ ഓർ റെസിസ്റ്റൻറ്റ് ടു സ്ക്രാച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാർഡ്നെസ് ഒന്നുകിൽ ഇൻഡൻറ്റേഷനെ വെച്ചിട്ട്, അല്ലെങ്കിൽ സ്ക്രാച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ റീബൗണ്ട് വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എമംഗ് ദീസ് ത്രീ മെത്തേഡ്, ഇൻഡൻറ്റേഷൻ മെത്തേഡ് ഈസ് മോർ കോമൺ. And now we will discuss how it is being measured. The indentation method is classified into three basic groups, that is macro hardness, micro hardness and nano hardness. Macro hardness il മൂന്ന് മെത്തേഡ്സ് ആണുള്ളത്. റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ്, റോക്ക്വെൽ സൂപ്പർഫിഷ്യൽ ടെസ്റ്റ്, ബ്രൈനൽ ഹാർഡ്നെസ് ടെസ്റ്റ് ആണ് ഇതിലുള്ളത്. അതുപോലെ മൈക്രോ ഹാർഡ്നെസ്സിൽ വിക്കേഴ്സ് ടെസ്റ്റും മൈക്രോ ഇൻഡൻറ്റേഷൻ ഹാർഡ്നെസ് ടെസ്റ്റും ആണുള്ളത്. ദെൻ ഫൈനലി നാനോ ഹാർഡ്നെസ്. സോ ദീസ് ആർ ദ ത്രീ ബേസിക് ഇൻഡൻറ്റേഷൻ ടെസ്റ്റ് categories for determining hardness of a material. Before going to the details, we will be going to the basics, that is the historical development of determining the hardness of a material. Initially, hardness എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, one material's ability to scratch the അനദർ മെറ്റീരിയൽ, അതായത് സോഫ്റ്റർ മെറ്റീരിയലിനെ എങ്ങനെ ഒരു ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് സ്ക്രാച്ച് ചെയ്യാം, അതിൻ്റെ ബേസിസിലാണ് ഹാർഡ്നെസ് ഡിറ്റർമൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊരു ആർബിട്രറി ആയിട്ടുള്ള ഒരു സ്കെയിൽ ഡെറൈവ് ചെയ്തു, ദാറ്റ് ഈസ് കോൾഡ് മോസ് സ്കെയിൽ. അത് 1 തൊട്ട് 10 വരെയുള്ള ഒരു റേഞ്ചാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും 10 എന്നുള്ള സ്കെയിൽ കൊടുക്കുന്നത് ഡയമണ്ട് പോലെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലിനുമാണ്. ഇതൊരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്നാണ് പറയുന്നത്. അത്രയും ഒരു സ്കെയിലാണ്, ഒരു ഐഡൻറ്റിക്കൽ സ്കെയിൽസ് ആണ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ആക്യുറസി ലെവലൊക്കെ അത്രയും ഡിറ്റർമൈൻ അല്ല. കാരണം നമുക്ക് 1 തൊട്ട് 10 വരെയുള്ള സ്കെയിലിൽ നമുക്ക് പറയാനേ പറ്റുള്ളൂ. ആക്യുറസി എന്ന് പറഞ്ഞ കാര്യമൊന്നും ഇല്ല. അതിനെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡ് വേണം. ക്വാളിറ്റേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഡെഫിനിഷനിൽ, നമുക്ക് വേണ്ട ഒരു ഇൻഡെൻറ്റർ ഉണ്ട്, ഇൻഡെൻറ്ററിൽ എത്ര ഫോഴ്സ് കൊടുക്കണമെന്നൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്ര സമയം നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ വന്ന് ഇംപ്രഷൻ അല്ലെങ്കിൽ ഇൻഡൻറ്റേഷൻ നടക്കുന്നതെന്ന് വരെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനെ പറയുന്നതാണ് ക്വാളിറ്റേറ്റീവ് ഹാർഡ്നെസ് ടെസ്റ്റ്. അത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ് കമ്പയറിങ് ടു ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റുകളെല്ലാം നടത്തുന്നത് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ്. കാരണം എത്ര സമയം വന്ന് ഇൻഡൻറ്റ് ചെയ്യണമെന്നും അതുപോലെ എത്ര ഫോഴ്സിൽ ഇൻഡൻറ്റ് ചെയ്യണമെന്നും ഒക്കെ നമുക്ക് പ്രീ ഡിറ്റർമൈൻ ചെയ്യാം. ആക്യുറേറ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വഴിയാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണുണ്ടെങ്കിൽ നേരത്തെ കണ്ട പോലെ ഒരു ഇൻഡൻറ്റർ വന്ന് അതിൽ ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡെപ്ത്ത് ഭയങ്കര വലുതായിരിക്കും. അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടതെങ്കിൽ നമുക്ക് അതിലേക്ക് ഇൻഡൻറ്റേഷൻ കൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഡെപ്ത്ത് എന്ന് വെച്ചാൽ നമ്മുടെ സർഫസിൽ ഉണ്ടാകുന്ന ഡെപ്ത്ത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിസിലൊക്കെയാണ് നമുക്ക് ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ കമ്മിങ് ബാക്ക് ടു മോസ് സ്കെയിൽ, നേരത്തെ ഞാൻ പറഞ്ഞു അത് 1 to 10 വരെയുള്ളൊരു സ്കെയിലാണ്. ടാൽക്കിന് 1ഉം ഡയമണ്ടിന് 10ഉമാണ്. ഒരു ടേബിൾ നോക്കുമ്പോൾ മോസ് ഹാർഡ്നെസ്സും ആബ്സല്യൂട്ട് ഹാർഡ്നെസ് ഓഫ് ദ മെറ്റീരിയലും ഡിഫറൻ്റ് ആണെന്ന് മനസ്സിലാക്കാം മിക്കവാറും ഉള്ള എല്ലാ മെറ്റീരിയലിനും. ഫോർ എക്സാമ്പിൾ കോർസ് എടുത്തു, എൻ്റെ മോസ്റ്റ് ഹാർഡ്നെസ് 7ഉം എൻ്റെ ആബ്സല്യൂട്ട് ഹാർഡ്നെസ് 100ഉമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഗോ ത്രൂ ദ ടേബിൾ.
ഹാർഡ്നെസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട് ഹാർഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ് മെത്തേഡാണ്. അതുപോലെ തന്നെ ടെസ്റ്റ് ഈസ് നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്. നമ്മൾ ഇൻഡൻറ്റർ വെച്ച് അതിലേക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട വസ്തുവിലേക്ക് വന്ന് ഇൻഡൻറ്റ് ചെയ്താലും അത് പൊട്ടിപ്പോകുന്നില്ല, ചെറിയൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു കുഴിവൊക്കെ വരത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു മെറ്റലിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് ഹാർഡ്നെസ് ഡേറ്റയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഈ മെത്തേഡ് വഴി ഒരു വസ്തുവിൻ്റെ ഹാർഡ്നെസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ വി ആർ കമ്മിങ് ടു സം എക്സാമ്പിൾസ് ഓഫ് ഹാർഡ്നെസ് മെത്തേഡ്. ഫസ്റ്റ് വൺ, മാക്രോ ഹാർഡ്നെസ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അത് ജനറൽ ഹാർഡ്നെസ് മെത്തേഡാണ്. അതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്, റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിലും വരുന്നത്. അത് ഈസി ടു പെർഫോം ആൻഡ് സ്കില്ലൊന്നും അങ്ങനെ വേണ്ട. ദിസ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഹാർഡ്നെസ് ഓഫ് മെറ്റൽ അലോയ്സ് ഓർ പോളിമർ. മെറ്റൽ അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അയണും കോപ്പറും തമ്മിൽ നമ്മൾ ചൂടാക്കാൻ എന്ത് പറ്റും, മോൾട്ടൺ സ്റ്റേജിലേക്ക് മാറും. അത് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്നത്, രണ്ട് മെറ്റലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്നതിനാണ് അലോയ് എന്ന് പറയുന്നത്. അപ്പോൾ അലോയുടെ ഹാർഡ്നെസ്സൊക്കെ കണ്ടുപിടിക്കാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെത്തേഡ്. പക്ഷേ ചില സാമ്പിൾ ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വേരിയേഷൻസ്, ഇപ്പോൾ ഒരു തവണ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്തപ്പോൾ 10 കിട്ടി, പിന്നെ 8 കിട്ടി, പിന്നെ 2 കിട്ടി. അങ്ങനെയാണ്, ഭയങ്കര വേരിയേഷൻസാണ് 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ. ഒരേ ടെസ്റ്റ് സാമ്പിളിൽ തന്നെ 3 പ്രാവശ്യം ചെയ്യുമ്പം 3 വേരിയേഷൻസ് വരികയാണെങ്കിൽ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് നോക്കണം. റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് നടത്തുന്നത് എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യേണ്ട അലോയോ പോളിമറോ നമ്മൾ എടുക്കും. അതിലേക്ക് ആദ്യം ഒരു മിനിമം ലോഡ് ആഡ് ചെയ്യും. ഇൻഡൻറ്റ് ചെയ്യുന്നത് ഒരു ലൈക്ക് 1 കിലോ ആയിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് മെറ്റൽ അല്ലെങ്കിൽ പോളിമറിൽ എന്ത് വരും, ഒരു ചെറിയൊരു കുഴിയോ അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ ഫോഴ്സ് കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യം 1 കിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ 10 കിലോ കൊടുക്കും. അപ്പോൾ എന്ത് പറ്റും, ആ സർഫസിലുണ്ടാകുന്ന ഹോള് അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡീപ്പാവും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ എന്ന് വെച്ചാൽ ആദ്യം ഒരു കൊടുക്കുന്ന ലോഡ് മൈക്രോ ലോഡും പിന്നെ കുറച്ചും കൂടെ എന്താ പറയുന്ന എൻഹാൻസ്ഡ് ലോഡുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻസിനനുസരിച്ചിട്ടാണ് ഇതിൽ ടിപ്പിക്കലി ഹാർഡ്നെസ് മെഷർ ചെയ്യുന്നത്. അതായത് ഓൺ ദ ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബോത്ത് മേജർ ആൻഡ് മൈനർ ലോഡ് ദർ ആർ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റ്. ഈ പറഞ്ഞ ഹാർഡ്നെസ് ടെസ്റ്റിങ്ങിൽ തന്നെ 2 മെത്തേഡുണ്ട്, സബ് ഡിവിഷൻസ് ഉണ്ട്, റോക്ക്വെൽ ആൻഡ് സൂപ്പർഫിഷ്യൽ റോക്ക്വെൽ. നൗ വി വിൽ ഡിസ്കസ് ദ ടൈപ്പ് ഓഫ് ഇൻഡെൻറ്റർ. എന്താണ് ഇൻഡെൻറ്റർ ആയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇൻഡെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ സ്പെറിക്കൽ ആയിരിക്കാം അല്ലെങ്കിൽ കോൺ ബേസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കാം. അതിനൊരു ആക്ച്വലി ഒരു മെറ്റലായിരിക്കും മിക്കവാറും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫോട്ടോയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട വസ്തുവിൽ വന്ന് ഇടിക്കുന്നത് അല്ലെങ്കിൽ ഇൻഡെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മിക്കവാറും കോൺ ആയിരിക്കും എന്താണ് ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, അതിൻ്റെ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻഡെൻറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഇൻഡെൻറ്ററിൻ്റെ കാര്യങ്ങൾ പലതും പറഞ്ഞു, അതുപോലെ തന്നെ മേജർ ലോഡും മൈനർ ലോഡും പറഞ്ഞു. റോക്ക്വെല്ലിൽ മൈനർ ലോഡായിട്ട് 10 കിലോയും മേജർ ലോഡായിട്ട് 60, 100 ആൻഡ് 150 kg ആണ് യൂസ് ചെയ്യുന്നത്. ഈച്ച് സ്കെയിൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ്. സെവറൽ ആർ ലിസ്റ്റഡ് ഇൻ ദ ടേബിൾ ആസ് ഷോൺ നൗ. ഇപ്പം എ എന്ന് പറയുന്ന സിമ്പിൾ ഡയമണ്ടിനാണ്. അതിന് മേജർ ലോഡ് നമ്മൾ കൊടുക്കുന്ന എന്താണ് 60 kg ആണ്. അപ്പം ഇൻഡെൻറ്റർ എന്ന് പറഞ്ഞാൽ വന്ന് ഇടിക്കുന്നത് ഡയമണ്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും. അതിൻ്റെ മേജർ ലോഡ് ഏറ്റവും കൂടുതൽ ലോഡ് 60 ഇനി ബി എന്നുള്ള സിമ്പിളാണെങ്കിൽ 1/16 ബോളാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും അതിൽ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതിൽ മാക്സിമം ലോഡ് കൊടുക്കാൻ പറ്റുന്ന എത്രയാണ്, 100 കിലോയാണ്. Similarly, other symbols are represented in the table and maximum load is represented on the right side. So please go through that table one more time. Now we will be discussing superficial Rockwell. ഇതിൽ ടെസ്റ്റ് ചെയ്യുന്ന മൈനർ ലോഡ് എന്ന് പറഞ്ഞാൽ 3 kgയും അതുപോലെ തന്നെ മേജർ ലോഡ് എന്ന് വെച്ചാൽ 15, 30 ആൻഡ് 45 kg വരെയാണ്. ഫോളോഡ് ബൈ NT, X ആൻഡ് Y ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഡെൻറ്റർ. അപ്പോൾ ഇൻഡെൻറ്ററിൻ്റെ ടൈപ്പിന് അനുസരിച്ചിട്ട് ഈ കിലോ 15, 30, 45ൻ്റെ കൂടെ NT, X, Y എന്നൊക്കെ കൂടെ ഒരു ആൽഫബറ്റിക്കൽ റെപ്രസെൻറ്റേഷനും ഉണ്ടാവും. അപ്പം വി വിൽ ബി ഗോയിങ് ത്രൂ ദ ഡിഫറെൻറ്റ് സൂപ്പർഫിഷ്യൽ സ്കെയിൽസ് നൗ. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് 15N എന്ന് വെച്ചാൽ ഡയമണ്ട് ആയിട്ടുള്ള ഇൻഡെൻറ്ററിനെയാണ് N എന്ന് പറയുന്നത്. T എന്ന് പറയുമ്പോൾ 15T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/16 ഇഞ്ച് ബോളാണ് ഇൻഡെൻറ്ററായിട്ട് വരുന്നത്. W ആണെങ്കിലും ബോളാണ്, പക്ഷേ അത് 1/8 ഇഞ്ചിൻ്റെതായിരിക്കും. അപ്പോൾ മേജർ ലോഡ് നേരത്തെ പറഞ്ഞ പോലെ 15N എന്ന് വെച്ചാൽ 15 എന്ന് വെച്ചാൽ ലോഡ് മേജർ ലോഡും, N എന്ന് വെച്ചാൽ ഡയമണ്ടും. 15T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ലോഡ് 15ഉം യൂസ് ചെയ്യുന്ന ഇൻഡെൻറ്റർ ബോളുമാണ്, അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോളും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ സ്കെയിൽ റെപ്രസെൻറ്റേഷൻസ് ഉള്ളത്. ജനറലി റോക്ക്വെൽ സ്കെയിൽ 6 എന്നാണ്, ക്യാപിറ്റൽ 6 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സപ്പോസ് C എന്നാണ് കാണിക്കുന്നതെങ്കിൽ, ഇപ്പം സബ്സ്ക്രിപ്റ്റ് ആയിട്ട് C ഉണ്ടെങ്കിൽ ഇറ്റ് ഡിനോട്ട് ദ റോക്ക്വെൽ C സ്കെയിൽ എന്ന് പറയാൻ പറ്റും.
അതുപോലെ തന്നെ ദ സ്കെയിൽ ഡെസിഗ്നേറ്റഡ് ബൈ ക്യാപിറ്റൽ HR സിമ്പിൾ ഫോളോഡ് ബൈ എ സ്കെയിൽ ഐഡൻറ്റിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ 80 HRB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 80 എന്ന് പറയുന്നത് അതിൻ്റെ ഹാർഡ്നെസ്, റോക്ക്വെൽ ഹാർഡ്നെസ് ആണ്. ബി സ്കെയിലിലാണ് ഉള്ളത്. ബി എന്ന് പറയുന്ന അവസാനം കാണിക്കുന്ന സ്കെയിലാണ്. HR എന്ന് പറയുന്നത് റോക്ക്വെൽ ഹാർഡ്നെസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതും ബി എന്ന് പറയുന്ന സ്കെയിലുമാണ്. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ 60 HR 30W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 30W എന്ന് പറയുന്നത് സ്കെയിലാണ്. അതുപോലെ തന്നെ 60 എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ ഹാർഡ്നെസ് ആണ്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് എന്നുള്ളതാണ് ആദ്യത്തെ നമ്പറും. 30W എന്ന് പറയുന്നത് അതായത് HR കഴിഞ്ഞിട്ട് വരുന്നതിനെയൊക്കെ സ്കെയിലായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നമുക്കിപ്പം ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 130 ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ അത് ഇനാക്യുറേറ്റ് ആയിരിക്കും. അതായത് 100ന് മുകളിലാണ് നമുക്ക് ഒന്നുകിൽ കിട്ടുന്നത് ഹാർഡ്നെസ്സിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ 20ക്ക് താഴെയാണ് നമ്മൾ ഒരു വസ്തുവിൻ്റെ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുമ്പം കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ആക്യുറസി ലെവൽ കുറവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷൻ, അതായത് 100ന് മേലെ കിട്ടുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ടുള്ള ഹാർഡർ സ്കെയിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂ 20ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള എന്ന് വെച്ചാൽ നെക്സ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സ്കെയിൽ യൂസ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ദ ആക്യുറസി പ്രോബ്ലം ക്യാൻ ബി റെക്ടിഫൈഡ്. അതായത് നമുക്ക് കിട്ടുന്ന വാല്യൂ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയി വരണമെങ്കിൽ ഈ ഒരു പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യണം. ഞാനിപ്പോൾ ഇനാക്യുറസി ഓഫ് ഹാർഡ്നെസ് പറഞ്ഞു. അത് എപ്പോഴൊക്കെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പം ഹാർഡ്നെസ്സിൽ തെറ്റുകൾ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സ്പെസിഫിൻ ഭയങ്കര പേപ്പർ പോലെ തിന്നൊക്കെ ആണെങ്കിൽ അതിൽ ഇംപ്രഷൻ ഉണ്ടാകുന്നത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ആക്യുറസി കുറയും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻഡൻറ്റ് ചെയ്യുന്നത് ഒരു എഡ്ജസിലാണ് എന്നുണ്ടെങ്കിൽ അതും ഇനാക്യുറസിക്ക് കാരണമാവും. ദ തേർഡ് പോയിൻ്റ് ഈസ് സ്പെസിമെൻ തിക്നെസ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 10 times ദ ഇൻഡൻറ്റേഷൻ ഡെപ്ത്ത്. അപ്പം സ്പെസിമെൻ്റെ തിക്നെസ് അറ്റ്ലീസ്റ്റ് 10% അല്ലെങ്കിൽ 10 ടൈമെങ്കിലും കൂടുതലായിരിക്കണം. എന്താണ്? ഇൻഡൻറ്റേഷൻ ഡെപ്ത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് സ്പെസിമെൻ സ്റ്റാക്ക് one on top of another is not recommended. Also, accuracy is dependent on the indentation being made into a smooth flat surface also. അപ്പോൾ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് ഈ ഇനാക്യുറസീസിനെ ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിൻ്റെ ഒരു സൊല്യൂഷനാണ് മോഡേൺ മെത്തേഡ് എന്ന് പറയുന്നത്. ദ മോഡേൺ അപ്പാരറ്റസ് ഫോർ മേക്കിംഗ് റോക്ക്വെൽ ഹാർഡ്നെസ് മെഷർമെൻറ്റ് ഈസ് ഓട്ടോമേഷൻ ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ആൻഡ് സിമ്പിൾ മെത്തേഡ് ടു യൂസ്. ഈ ഒരു മെത്തേഡിൽ ഹാർഡ്നെസ് ഡയറക്റ്റ്ലി ആണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. വെരി ഫാസ്റ്റ് ആണ് അതിൻ്റെ മെഷർമെൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്കൻഡ് മാത്രം മതി. ഈ ഒരു മെത്തേഡിൽ വേരിയേഷൻ ഇൻ ദ ടൈം ഓഫ് ലോഡ് ആപ്ലിക്കേഷൻ, നമ്മളിപ്പം ടൈമിനനുസരിച്ചിട്ട് ലോഡിനുണ്ടാകുന്ന മാറ്റം, ഇപ്പം എത്ര ഫോഴ്സാണ് കൊടുക്കുന്നതെന്നുള്ള മാറ്റത്തിനനുസരിച്ചിട്ടാണ് ഹാർഡ്നെസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ASTM എന്ന് കാണുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡാണ്. അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽസ് എന്നാണ് എൻ്റെ ഫുൾ ഫോം. അതിൻ്റെ സെക്ഷൻ E18 പ്രകാരമാണ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് മെത്തേഡ് ഫോർ റോക്ക്വെൽ ഹാർഡ്നെസ്സും റോക്ക്വെൽ സൂപ്പർഫിഷ്യൽ ഹാർഡ്നെസ്സും ഒരു മെറ്റാലിക് മെറ്റീരിയലിന് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണമെന്ന് എഴുതിയിട്ടുള്ളത്. നൗ വി വിൽ ഡിസ്കസ് ബ്രൈനൽ ഹാർഡ്നെസ് ടെസ്റ്റ്. ഇതിൽ ഇൻഡൻ്ററായിട്ട് ഉപയോഗിക്കുന്നത് സ്പെറിക്കൽ ആയിട്ടുള്ള ഇൻഡൻ്ററാണ്. ദാറ്റ് ഈസ് ഫോഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ മെറ്റൽ ടു ബി ടെസ്റ്റഡ്. ഇതിൽ ഡയമീറ്റർ ഓഫ് ദ ഇൻഡൻ്റർ, അതായത് ഹാർഡൻഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്ന ഇൻഡൻ്റർ, അത് 10 mm ആയിരിക്കും. ദാറ്റ് ഈസ് 0.394 ഇഞ്ചാണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതിൽ സ്റ്റാൻഡേർഡ് ലോഡായിട്ടുള്ള 500 അല്ലെങ്കിൽ 3000 kg ആണ് കൊടുക്കുന്നത്. ആ റേഞ്ചിലാണ് കൊടുക്കുന്നത്. അതൊരു ഇൻക്രിമെൻ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ 500, 600, 700 അപ് ടു 3000 വരെ കൊടുക്കുന്നുണ്ട്. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 500 kg ആണ് നമ്മൾ ലോഡ് കൊടുക്കുന്നതെങ്കിൽ അതൊരു പെർട്ടിക്കുലർ 10 to 30 സെക്കൻഡ് വരെ നമ്മുടെ ടെസ്റ്റ് ചെയ്യേണ്ട സർഫസിൽ നമ്മൾ സ്റ്റേ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലോഡ് അത്രയും ടൈം എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നതെന്നും കൂടെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഡ്യൂ ടു ദിസ് സ്പെഷ്യാലിറ്റി ബ്രൈനൽ ഹാർഡ്നെസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിക്നെസ് അല്ലെങ്കിൽ ഭയങ്കര കട്ടി കൂടിയ മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കും. നമുക്കറിയുന്ന പോലെ തന്നെ ഇതിന് ഒരു നമ്പറുണ്ട്. ബ്രൈനൽ നമ്പറിലാണ് നമ്മൾ അതിൻ്റെ ഹാർഡ്നെസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. HB എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. HB ഡിനോട്ട് ചെയ്യുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ആസ് വെൽ ആസ് ദ ഡയമീറ്റർ ഓഫ് ദ ഇൻഡൻറ്റേഷൻ. എത്രത്തോളം ഡയമീറ്റർ, ഇപ്പം ഒരു ലോഡ് കൊടുക്കുമ്പോൾ എത്രത്തോളം ഡയമീറ്റർ ഉണ്ടാവുന്നു അതിൻ്റെ കാര്യം കൂടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഉണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു അഡ്വാൻസ്ഡ് മെത്തേഡാണെന്ന്. അപ്പോൾ നമ്മൾ ഇൻഡൻറ്റേഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സാമ്പിളിൽ കൊടുത്തതിന് ശേഷം ഒരു ഡിപ്രഷൻ ഉണ്ടാവും. ആ ഡിപ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ഒരു മൈക്രോസ്കോപ്പ് വഴിയാണ് നമ്മൾ അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എത്രത്തോളം ഹാർഡ്നെസ് ഉണ്ടെന്ന് ഒരു ചാർട്ട് ഉപയോഗിച്ചിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പം ഇൻഡൻറ്റേഷൻ നടക്കുന്നു, അതിൽ സർഫസിലൊരു ജസ്റ്റ് ഒരു ഹോള് പോലെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ചെറിയ ഡിപ്രഷൻ ഉണ്ടാകുന്നു. അതിൻ്റെ ഡയമീറ്റർ മൈക്രോസ്കോപ്പ് വഴി അനലൈസ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാർഡ്നെസ് വാല്യൂ ആണ്
ഈ ഒരു മെത്തേഡിൽ കൊടുക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിലിലേക്ക് വരാം. അതിൽ നമ്മൾ ഇൻഡൻറ്റേഷൻ കൊടുക്കുന്ന 10 mm ഡയമീറ്റർ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റീൽ ബോൾസിലാണ്. അതിൽ ലോഡ് കൊടുക്കുന്നത് 3000 kg ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ആൻഡ് ഈസ് അപ്ലൈഡ് ഫോർ 10 to 30 seconds ആണ്. അപ്പോൾ 500 തൊട്ട് 3000 വരെ കൊടുക്കുന്നു, 10 to 30 സെക്കൻഡ് വരെ കൊടുക്കുന്നു. അതിൽ ഡയമീറ്റർ ഓഫ് ഇൻഡൻറ്റേഷൻ ഈസ് മെഷേർഡ് ടു ഒബ്റ്റെയിൻ ദ ഹാർഡ്നെസ് ഫ്രം ദ റിലേഷൻഷിപ്പ് ആസ് ഷോൺ ബിലോ. അതിൽ P/Pi/D/2 ഇൻറ്റു D മൈനസ് റൂട്ട് ഓഫ് D സ്ക്വയർ മൈനസ് D സ്ക്വയർ, അതായത് P/Pi ക്യാപിറ്റൽ D/T ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് kgf/മീറ്റർ സ്ക്വയർ ആണ്. ഇതിൽ P എന്ന് വെച്ചാൽ അപ്ലൈഡ് ലോഡ്, ക്യാപിറ്റൽ D എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് ദ ബോൾ, സ്മോൾ d എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ഇൻഡൻറ്റേഷൻ, എത്രത്തോളം ഡയമീറ്ററാണ് ആ സർഫസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സർഫസിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്മോൾ t എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് ഇംപ്രഷൻ, എത്രത്തോളം ഡെപ്തിലാണ് ഇംപ്രഷൻ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ബ്രൈനൽ ഹാർഡ്നസ് ടെസ്റ്റും ASTM സ്റ്റാൻഡേർഡ് E10 വഴിയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് മെത്തേഡ് ഫോർ ബ്രൈനൽ ഹാർഡ്നസ് ഓഫ് മെറ്റാലിക് മെറ്റീരിയൽ. അത് ഡിനോട്ട് ചെയ്തിരിക്കുന്ന ASTM സ്റ്റാൻഡേർഡ് E10ലാണ്. കമ്മിങ് ടു ഹാർഡ്നസ് ഡേറ്റ, അതിൽ അലുമിനിയത്തിന് 15 HB ആണ്, കോപ്പറിന് 35 HB ആണ്. അത് റേഞ്ച് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ഹാർഡൻഡ് ടൂൾ സ്റ്റീലിനാണ് ഏറ്റവും കൂടുതൽ ഹാർഡ്നസ് ഉള്ളത്. 650 to 700 HB ആണ്. ടൂളിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഹാർഡർ ആയിരിക്കണം, അല്ലെങ്കിൽ ടൂൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പൊട്ടുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ഹാർഡ്നസ്. അതിൻ്റെ റേഞ്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. കമ്മിങ് ടു ദ അഡ്വാൻറ്റേജ്, വൺ സ്കെയിൽ കവർ ദി എൻ്റയർ ഹാർഡ്നസ് റേഞ്ച്. അപ്പോൾ ഒരു സ്കെയിൽ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ മെറ്റീരിയലിൻ്റെ ഹാർഡ്നസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് ഈവൻ ദോ ദ കമ്പാരിബിൾ റിസൾട്ട് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഇഫ് ദ ബോൾ സൈസ് ആൻഡ് ദ ഫോഴ്സ് റിലേഷൻഷിപ്പ് ആർ സെയിം. ഓക്കെ, അതുപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് ടെസ്റ്റ് ഫോഴ്സസ് ആൻഡ് ബോൾ സൈസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എവറി ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ സാമ്പിൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റ് ആയി പോകില്ല. നമ്മൾ ഇൻഡൻറ്റ് ചെയ്യുമ്പം സാമ്പിൾ പൊട്ടിയൊന്നും പോകത്തില്ല. നമുക്ക് മൾട്ടിപ്പിൾ ടൈം ഒരേ സാമ്പിൾ തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. നൗ വി വിൽ ബി ഡിസ്കസിങ് സം ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പം ബ്രെനൽ മെത്തേഡ് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സാമ്പിൾ നന്നായിട്ട് പോളിഷ് ചെയ്തിട്ട് വേണം നമുക്ക് ഇൻഡൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആക്യുറസി കുറയും. അപ്പം പോളിഷ്ഡ് ആയിട്ടുള്ള സാമ്പിൾസ് മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു ലോഡ് അപ്ലൈ ചെയ്ത് 10 to 30 സെക്കൻഡ് വരെ കീപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടേ നമുക്ക് റീഡിങ് കിട്ടുള്ളൂ. എത്രയാണ് എൻ്റെ ഹാർഡ്നസ്, ഒരു വസ്തുവിൻ്റെ ഹാർഡ്നസ് എത്രയാണെന്ന് കിട്ടുന്നത് 10 to 30 സെക്കൻഡ്, അല്ലെങ്കിൽ മാക്സിമം 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് റീഡിങ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നൗ വിൽ ബി ഡിസ്കസിങ് മൈക്രോ ഇൻഡൻറ്റേഷൻ ഹാർഡ്നസ് ടെസ്റ്റ്. ഇതിൽ വരുന്നത് വിക്കേഴ്സ് മൈക്രോ ഇൻഡൻറ്റേഷൻ ടെസ്റ്റും അതുപോലെ ന്യൂപ്പ് മൈക്രോ ഇൻഡൻറ്റേഷൻ ടെസ്റ്റുമാണ്. ഇതിൻ്റെ പെക്യുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന ഇൻഡൻറ്റേഷൻ ലോഡ് വളരെ ചെറുതാണ്. നേരത്തെ 500 കിലോ 3000 കിലോ ഒക്കെ പറഞ്ഞു. ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ, ചിലപ്പോൾ ഗ്രാംസോ അല്ലെങ്കിൽ ലെസ് ദാൻ ഫ്യൂ കിലോ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെക്യുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ടൈം ഹാർഡ്നസ് ഡിറ്റർമിനേഷൻ നീഡ് ഓവർ എ വെരി സ്മോൾ ഏരിയ. ഫോർ എക്സാമ്പിൾ, ഹാർഡ്നസ് ഓഫ് കാർബറൈസ്ഡ് സ്റ്റീലോ കോട്ടിങ്സോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫേസോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് എ മെറ്റീരിയലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെയൊക്കെ ഹാർഡ്നസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് മൈക്രോ ഹാർഡ്നസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൈക്രോ ഹാർഡ്നസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ചെറിയ ലോഡാണ് ഇൻഡൻറ്റേഷനിൽ കൊടുക്കുന്നത്. അപ്പം നമുക്കുണ്ടാവുന്ന വ്യത്യാസം, ടെസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടാവുന്ന ഒരു ഹോളോ അല്ലെങ്കിൽ ഡയമീറ്റർ ഫോം ചെയ്യുന്നതൊക്കെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ വി നീഡ് മൈക്രോസ്കോപ്പ് ഫോർ ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹാർഡ്നസ്. അപ്പോൾ മൈക്രോസ്കോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും ഈ എക്യുപ്മെൻറ്റ് ആൻഡ് വിൽ ഗെറ്റ് ദ റീഡിങ് കറസ്പോണ്ടിങ്ങിൽ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ഗ്രാം തൊട്ട് 1 കിലോ വരെ, അതായത് 1000 ഗ്രാം വരെയാണ് നമ്മൾ കൊടുക്കുന്ന ലോഡ് എന്ന് പറയുന്നത്. ഇതിൽ ഡയമണ്ട് ആണ് യൂസ് ചെയ്യുന്ന ഇൻഡൻറ്ററായിട്ട്. പിരമിഡൽ ജോമെട്രിയാണ് നമുക്ക് സർഫസിൽ കിട്ടുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട മെറ്റീരിയലിൻ്റെ സർഫസിൽ കിട്ടുന്ന ഒരു പിരമിഡൽ ഇൻഡൻറ്റേഷൻ ഫോം ആയിരിക്കും കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസിമെൻ ഭയങ്കരമായിട്ട് പോളിഷ് ചെയ്തിരിക്കണം. കാരണം നമ്മൾ ലോഡ് കൊടുക്കുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ ഇൻഡൻറ്റേഷൻ സർഫസിൽ ഉണ്ടാകുന്ന വ്യത്യാസം വളരെ ചെറുതായിരിക്കും. അപ്പോൾ മൈക്രോസ്കോപ്പ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലോഡ് കുറവാണ്, ഇൻഡൻറ്റേഷൻ കുറവായതുകൊണ്ട് നമ്മൾ പോളിഷ് ചെയ്യേണ്ടത് എസെൻഷ്യലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂപ്പ് ആൻഡ് വിക്കേഴ്സ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. HK എന്നാണ് ന്യൂപ്പിന് കൊടുക്കുന്നത്, HV എന്നാണ് വിക്കേഴ്സ് ഹാർഡ്നസ് മെത്തേഡിൻ്റെ സ്കെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബോത്ത് ഓഫ് ദ സ്കെയിൽസ് ആർ ഈക്വലൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് വെൽ സ്യൂട്ടഡ് ഫോർ സ്പെസിമെൻ വിത്ത് മൈക്രോ ഹാർഡ്നസ്. മൈക്രോ ഹാർഡ്നസ് യൂസ് ചെയ്യുന്നത് നമുക്ക് സ്റ്റഡി പർപ്പസിലും റിസർച്ചിനുമാണ്. മൈക്രോ സ്ട്രക്ചർ, ഒരു മെറ്റീരിയലിൻ്റെ മൈക്രോ സ്ട്രക്ചർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടും മെറ്റലർജിക് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടാണ് മൈക്രോ ഹാർഡ്നസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ന്യൂപ്പിലും വിക്കേഴ്സിലും ഇൻഡൻറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് 4 സൈഡഡ് ഡയമണ്ട് പിരമിഡാണ്. അത് രണ്ടിലും ഈ സെയിം ഇൻഡൻറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 4 സൈഡഡ് ഡയമണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. കമ്മിങ് ടു ന്യൂപ്പ് ഇൻഡൻറ്റേഷൻ, ഇതിൽ എലോങ്ങേഷൻ അലോങ് ആക്സിസ് ആണ് നടക്കുന്നത്. ഷാലോ ഇൻഡൻറ്റേഷൻ ആണ്. ഇതൊരു മൈക്രോ ഇൻഡൻറ്റേഷൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ സർഫസിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സർഫസിൽ ഷാലോ ഇൻഡൻറ്റേഷനാണ് നടക്കുന്നത്. ഹാർഡ്നസ് മെഷർമെൻറ്റ് ഓഫ് ബ്രിട്ടിൽ മെറ്റീരിയൽ ഇതിൽ പോസിബിൾ ആണ്. കാരണം അത് പൊട്ടിപ്പോകാൻ സാധ്യതയില്ല. നമ്മളിപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വളരെ ചെറിയ കിലോ ആണ്. ഇപ്പോൾ സേ ലൈക്ക് 100 ഗ്രാമും 200 ഗ്രാം അല്ലെങ്കിൽ അപ് ടു 1 kg ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അതിൽ ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഹാർഡ്നസ് നമുക്കിതിൽ മെഷർ ചെയ്യാം. കാരണം അത് പൊട്ടിപ്പോവില്ല, കാരണം കൊടുക്കുന്ന ലോഡ് വളരെ ചെറുതാണ്.
ന്യൂ മെത്തേഡിൽ ഡയമണ്ട് ആണ് ഇൻഡൻറ്റർ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ ഡയമണ്ട് ഷേപ്പ് ഇൻഡൻറ്റേഷൻ വിത്ത് ലോങ് ആൻഡ് ഷോർട്ട് ഡയഗണൽ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യോ 7:1 ആണ്. കൊടുക്കുന്ന കിലോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ കിലോ ആണ് കൊടുക്കുന്നത്, ഗ്രാം ആണ് കൊടുക്കുന്നത്. 25 to 300 ഗ്രാം ആണ് കൊടുക്കുന്നത്. ആൻഡ് പ്രൊജക്റ്റഡ് സർഫസ് ഏരിയ ഓഫ് ഇൻഡൻറ്റേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് കാണിച്ചിരിക്കുന്നത്. KHN =P/AP എന്നാണ്, വിച്ച് ഈസ് P/L² C എന്നാണ് കാണിക്കുന്നത്. അപ്പം AP എന്ന് വെച്ചാൽ പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് ഇൻഡൻറ്റേഷൻ, L എന്ന് വെച്ചാൽ ലോങ്ങസ്റ്റ് ഡയഗണൽ ലെങ്തും, ആൻഡ് C ഇസ് ദ ഇൻഡൻറ്റർ സ്പെസിഫിക് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ആ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു വാല്യൂ ഉണ്ട്, അതാണ് C എന്ന് പറയുന്നത്. കമ്മിങ് ടു നെക്സ്റ്റ് ഇൻഡൻറ്റർ, ദാറ്റ് ഇസ് വിക്കേഴ്സ് ഇൻഡൻറ്റർ. അതിൽ സിമെട്രിക് 4-sided pyramidal indenter ആണ് യൂസ് ചെയ്യുന്നത്. ഡീപ്പർ ഇൻഡൻറ്റേഷൻ ദാൻ ന്യൂപ് മെത്തേഡാണ്. ആസ് വിക്കർ ഇൻഡൻറ്റേഷൻ ആർ മോർ പ്രോൺ ടു ക്രാക്കിംഗ്. ഹൗവർ ടെൻഡൻസി ഓഫ് ക്രാക്ക് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ ഡിറ്റർമൈനിങ് ഫ്രാക്ചർ ടഫ്നെസ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ ഫ്രാക്ചറും ടഫ്നെസ്സിനും ഈ ഡേറ്റ നമുക്ക് യൂസ് ചെയ്യാം. ടെൻഡൻസി ടു ക്രാക്കിംഗ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡേറ്റ കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വിക്കേഴ്സ് മെത്തേഡിൽ ഹാർഡ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈഡിങ് ദ ലോഡ് വിത്ത് സർഫസ് ഏരിയ ഓഫ് ഇൻഡൻറ്റേഷൻ ആണ് നടക്കുന്നത്. അതിൻ്റെ ഫോർമുലയാണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് DPH = 2P sin θ/2/L², അല്ലെങ്കിൽ 1.854 P/L² എന്ന് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. കമ്പയറിങ് ദ വിക്കേഴ്സ് ആൻഡ് ന്യൂപ് മെത്തേഡ്, അതിൽ മൈക്രോ ഹാർഡ്നസ് മെത്തേഡിൽ ഹാർഡ്നസ് ഈക്വലൻറ്റ് കണ്ടുപിടിക്കുന്ന മാത്തമാറ്റിക്കൽ റിലേഷനാണ് നേരത്തെ പറഞ്ഞ പോലെ. HV എന്ന് പറയുന്നത് 1.854 × P/D², അതുപോലെ ന്യൂപ് മൈക്രോ ഹാർഡ്നസ് ആണെങ്കിൽ HK = 14.229 × P/D² ആണ്. P എന്ന് പറയുന്നത് ഫോഴ്സും D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഇൻഡൻറ്റേഷനുമാണ്. നെക്സ്റ്റ് ഹാർഡ്നസ് മെത്തേഡ് ഈസ് നാനോ ഹാർഡ്നസ് മെത്തേഡ്. അതിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഇവാലുവേഷൻ ഓഫ് നാനോ സ്കെയിൽ മെറ്റീരിയലാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് തിൻ ഫിലിം മെറ്റീരിയൽസ് ഒക്കെയാണ്. നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന മാക്രോ ഹാർഡ്നസും മൈക്രോ ഹാർഡ്നസ് മെത്തേഡിനേക്കാൾ ചെറിയ സൈസ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഹാർഡ്നസ്, അതായത് നാനോ സ്കെയിലൊക്കെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് വഴിയാണ്. ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് സ്മോൾ മെറ്റീരിയൽ വി ക്യാൻ ഒബ്റ്റെയിൻ ബൈ യൂസിങ് നാനോ സ്കെയിൽ. അതായത് 3-sided ബെർക്കോവിച്ച് പിരമിഡാണ് ഇതിൽ ഇൻഡൻറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ ഡിറ്റർമൈനിങ് നാനോ സ്കെയിൽ ഹാർഡ്നസ്. ഇതിൽ HB = 1.732 × P/D² ആണ്. അങ്ങനെയാണ് നമ്മൾ ഹാർഡ്നസ് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഇസ് എ മാത്തമാറ്റിക്കൽ റിലേഷൻ. ഒരു മെറ്റീരിയലിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ്. സോ വി വിൽ ബി നൗ ഡിസ്കസിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നസ് സ്ട്രെങ്ത്. അത് തമ്മിൽ റിലേറ്റ് ചെയ്യാൻ രണ്ട് ഫോർമുലയാണുള്ളത്. ടെൻസൈൽ സ്ട്രെങ്ത് = 3.45 × HB, അതുപോലെ ടെൻസൈൽ സ്ട്രെങ്ത് = 500 × HB. അപ്പോൾ രണ്ട് റിലേഷനാണുള്ളത്, ടെൻസൈൽ സ്ട്രെങ്തും ഹാർഡ്നസ് ഓഫ് ദ മെറ്റീരിയലും തമ്മിൽ. This is a consolidated chart representing the different type of indenter. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാർഡ്നസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ള ഫോർമുല. So this is all about today's session. Hope it was helpful for you. Thank you for listening. We will be meeting in the next class. Bye.